ഹലോ, നമസ്തേ. ഷൈനിയാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞായറാഴ്ചയായിട്ട് എല്ലാവരുടെയും പരിപാടി എന്തൊക്കെയാണ്? ഞങ്ങളത് രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പുട്ടൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്കലത്തെ പരിപാടിയിലേക്ക് കടക്കാമെന്നിരിക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഇന്നത്തെ നമുക്ക് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാം? ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇന്ന് നമുക്കൊരു ചിക്കനും ചീനിയും ഉണ്ടാക്കിയാലോ എന്നാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചിക്കനൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചീനി ഉടയ്ക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അതെല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ മരച്ചീനിക്ക് ചീനി എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ചിക്കൻ ഉണ്ടാക്കിയാലോ. ചിക്കൻ ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വയ്ക്കണം. ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ, നമ്മൾ സാധാരണ ചേർക്കുന്ന പൊടികൾ തന്നെയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഇത്രയും ആവശ്യത്തിലുള്ള പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെടുത്തിട്ടുണ്ട്, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊടികളായിട്ട് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടുക് പൊട്ടിക്കുന്നതിന് പകരം കുറച്ച് ഉലുവയാണ് പൊട്ടിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിത് അടുപ്പ് കത്തിച്ച് ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി നന്നായി ചൂടായതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ കടുകിന് പകരം കുറച്ച് ഒരു നുള്ള് ഉലുവ, പച്ച ഉലുവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ ചിക്കൻ കറി വയ്ക്കുന്നത് ഞാനല്ല കേട്ടോ, ചേട്ടനാണ് ഇന്ന് നമുക്ക് ചിക്കൻ കറി വെച്ച് തരുന്നത്. ഇപ്പം ദേ ഉലുവ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള ചേർത്തിട്ടുണ്ട് കേട്ടോ. സവാള മൊത്തം ചേർത്തതിന് ശേഷം സവാള നന്നായിട്ട് ചുവന്ന് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. തീ കൂട്ടി വെച്ച് കൊടുക്കരുത് കേട്ടോ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ സവാളയൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് നിറം മാറിപ്പോവും, അതിൻ്റെ ടേസ്റ്റും വ്യത്യാസം വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം തീ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് സവാള ചുമന്ന് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം കേട്ടോ. സവാള നന്നായിട്ട് ചുമന്ന കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടില്ലേ, നമുക്ക് അതാണ് ചേർക്കാനുള്ളത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളത് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റണം. നമ്മൾ ഈ ചേർക്കുന്ന സാധനങ്ങളുടെ എല്ലാം പച്ചമണം മാറണം കേട്ടോ. പക്ഷേ ഒന്നും തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. പിന്നെ നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് കേട്ടോ. ആ തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളി നന്നായിട്ട് ഒന്ന് ഉടഞ്ഞു വരത്തില്ലേ, നമ്മൾ ഈ സ്പൂൺ കൊണ്ട് കുത്തി നോക്കുമ്പോൾ അറിയാം ഉടഞ്ഞു വരുന്നത്. അതുപോലെ നമ്മൾ ആ പാകത്തിന് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് കുറേ കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഇത് അടി പിടിക്കുകയോ കരിഞ്ഞു പോവുകയോ ചെയ്യാതെ നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇളക്കാനായിട്ട്. നമ്മളിത് ഇളക്കി വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളില്ലേ, അത് ഓരോന്നായിട്ട് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികളുടെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ അളവുകളൊന്നും പറയാത്തത് കേട്ടോ. ഈ മുളക് പൊടിക്കകത്ത് കാശ്മീരി മുളക് പൊടി കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അധികം എരിവുണ്ടാവത്തില്ല. നമ്മൾ എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികളെല്ലാം ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ഇളക്കി യോജിപ്പിക്കുകയും ചെയ്യണം കേട്ടോ. പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. അതിനുശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ചേർക്കുമ്പോൾ കൂടി പോകരുത്, കാരണം ചിക്കനകത്ത് നിന്ന് നമുക്ക് വെള്ളം ഇറങ്ങുന്നുണ്ടാവും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ച ശേഷം ഇളക്കിയിട്ട് കുറച്ച് തീ കൂട്ടി വെച്ച് കൊടുക്കണം കേട്ടോ. തീ കൂട്ടി വെച്ച് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നോക്കണം. ദേ കറി ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് ഉപ്പ് ഒരു തവണ വാരി ഇട്ട് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത ശേഷം ആവശ്യത്തിന് വീണ്ടും ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മൾ കറിവേപ്പില ചേർക്കുന്നുണ്ട് കേട്ടോ. നാടൻ കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർത്ത് നമുക്ക് വേണമെങ്കിൽ അടച്ച് വെച്ച് 1-2 മിനിറ്റ് കൂടെ തീ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ കറി നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി വിളമ്പാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ വിളമ്പാൻ വേണ്ടിയിട്ട് ഒരു വാഴയിലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ചീനി ഉടച്ചത് അതിനകത്തേക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മളിത് ചിക്കൻ കറി ഒഴിക്കുന്നുണ്ട്. ചിക്കനും ചീനിയും എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. ചിക്കനും ചീനിയും വിളമ്പി കഴിഞ്ഞ് അതിനകത്തേക്ക് ഞാൻ പെട്ടെന്നൊരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പടവും ചീനിയും സലാഡും ചിക്കനും സൂപ്പറാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്കിന്ന് ഇത് മാത്രമല്ല കഴിക്കാനുള്ളത്, വേറെ ഞാൻ 2-3 കാര്യങ്ങളൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറുണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്, അച്ചാറും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള വിഭവങ്ങളെല്ലാം കൂടെ ഞങ്ങൾ വിളമ്പി വെച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തേക്ക് നിർത്തട്ടെ. ഓക്കേ.